ശ്രീ നൗഷാദ് അലി, നിങ്ങളുടെ മണ്ഡലമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങയിൽ നിന്ന് തുടങ്ങാം എന്ന് കരുതിയത്. പക്ഷേ എളുപ്പത്തിൽ ഒരു ജയിച്ചു കയറ്റം പാലക്കാട്ട് നിങ്ങൾ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടോ? മാധു, പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മത്സരം UDFും BJPയും തമ്മിലാണ്. ഞാനിത് പറയുന്നത് അതൊരു ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് മത്സരത്തിലൊരു പ്രാമുഖ്യം കിട്ടാൻ വേണ്ടിയല്ല, അവിടുത്തെ ചില കണക്കുകൾ വെച്ചാണ്. നമുക്ക് ഈ പാലക്കാട്ടെ 8 വർഷത്തൊരു രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചാൽ അവിടെ 5 തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. 2016 നിയമസഭ, 2019 പാർലമെൻറ്റ്, 2020 ത്രിതല തെരഞ്ഞെടുപ്പ്, 2021 നിയമസഭ, 2024 പാർലമെൻറ്റ്. ഈ തെരഞ്ഞെടുപ്പുകളുടെ കണക്ക് നോക്കിയാൽ 2016 NN കൃഷ്ണദാസാണ് അവിടെ മത്സരിക്കുന്നത്. അന്ന് LDFിന് 38,000 വോട്ടും 28% വോട്ടിംഗ് ശതമാനവും കിട്ടി. ആ തെരഞ്ഞെടുപ്പിൽ തന്നെ BJPക്ക് അവിടെ 40,000-ന് മുകളിൽ വോട്ടുണ്ട്. അന്ന് 57,000 വോട്ട് മേടിച്ച് UDF ജയിച്ചു. 2019 ലോക്സഭ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും LDFിന് അവിടെ വോട്ട് കുറഞ്ഞു. അവരുടെ വോട്ട് 36,000-ലേക്ക് എത്തി. അവർക്ക് 25% വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടായി. 2020 ത്രിതല തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർക്ക് വീണ്ടും വോട്ട് കുറഞ്ഞു. അത് 24%-ലേക്ക് എത്തി. 2021 നിയമസഭ നോക്കിയാൽ അവിടെ LDFിനെ സംബന്ധിച്ചിടത്തോളം 26,000 ചില്ലാനം വോട്ട് കിട്ടിയപ്പോൾ BJPക്ക് 50,000-ന്റെ മുകളിൽ വോട്ട് കിട്ടി. ഞങ്ങൾ 54,000 ചില്ലാനം വോട്ട് പിടിച്ച് വിജയിച്ചു. അന്ന് CPMന് കിട്ടുന്ന വോട്ടിംഗ് പെർസെൻറ്റേജ് 26%. ഇനി 2024 പോളിറ്റ് ബ്യൂറോ മെമ്പർ മത്സരിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭയേക്കാൾ 2,000-നടുത്ത് വോട്ട് കുറവാണ് CPMന് LDFിന് കിട്ടിയത് എന്ന് നിങ്ങൾ ഓർക്കണം. യാതൊരു ക്രോസ് വോട്ടിങ്ങിൻ്റെ പശ്ചാത്തലവും ഇല്ലാത്ത തെരഞ്ഞെടുപ്പിലാണത്. LDF UDF മുഖാമുഖമുള്ള തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടുന്നത് 24,000 ചില്ലാനം വോട്ടും 24% വോട്ടിംഗ് പെർസെൻറ്റേജുമാണ്. ഇതാണ് 40,000 വോട്ട് കഴിഞ്ഞ ഒറ്റ തെരഞ്ഞെടുപ്പിൽ 50,000 വോട്ടാക്കി ശ്രീധരൻ ഉയർത്തിയിട്ടുണ്ട്. അന്ന് തന്നെ 9.22% ഉണ്ടായിരുന്ന വോട്ട് വർധന പിന്നെ അതിൽ നിന്ന് 6% കൂടെ കൂട്ടിക്കൊണ്ടാണ് 35% വോട്ടിലേക്ക് BJP വർദ്ധിപ്പിച്ചത്. നിങ്ങൾ തമ്മിലുള്ള വോട്ട് വ്യത്യാസം 3%, 3,000 വോട്ട്. അപ്പോൾ ഈ 8 വർഷത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആർക്കാണ് വളർച്ചയുണ്ടായത്? തീർച്ചയായിട്ടും CPMനെ സംബന്ധിച്ചിടത്തോളം ക്രമാനുഗതമായിട്ട് അവരുടെ വോട്ടിംഗ് ശതമാനം കുറയുന്നു. അവരുടെ ഒരു ശരാശരി വോട്ട് എന്ന് പറയുന്നത് 25-26%. UDFിനെ സംബന്ധിച്ചിടത്തോളം അത് 40-42%. BJP സംബന്ധിച്ചത് 35-36% വോട്ടാണ് അവരുടെ വോട്ട്. ഒരു കണക്ക് കൂടിയുണ്ട് മാധു, അതായത് പാലക്കാട് 180 ബൂത്താണ് മൊത്തത്തിലുള്ളത്. ആ 180 ബൂത്തിൽ പോൾ ചെയ്യുന്ന വോട്ടിൻ്റെ 40% നേടുന്ന 90 ബൂത്തുകൾ UDFിനും 51 ബൂത്ത് BJPക്കും ഉള്ളപ്പോൾ 14 ബൂത്ത് മാത്രമാണ് LDFിനുള്ളത്. ഈ 180 ബൂത്തിൽ 60%, 104 ബൂത്ത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ്. അവിടെ 3 അക്കത്തിൽ താഴെ 100-ൽ താഴെ വോട്ട് നേടുന്ന 31 ബൂത്തുകൾ LDFിനുണ്ടാകുമ്പോൾ കേവലം 5 ബൂത്തുകൾ മാത്രമാണ് UDFിന്. BJPക്ക് 7 ബൂത്തുണ്ട്. ഇത്തരത്തിൽ പാലക്കാട്ട് രാഷ്ട്രീയ ചിത്രത്തിൽ BJP ഇല്ല മാധു. അവിടെ CPM ഇല്ല, LDF ഇല്ല. അവിടെ BJPയും UDFുമാണ് നേരിട്ടുള്ള മത്സരം. ആ മത്സരത്തിൽ ശരി, പോരാട്ടം ഞങ്ങൾ തമ്മിലാണ്, ഞങ്ങൾ ജയിക്കുകയോ തോക്കുകയോ ചെയ്യും, CPM ഇല്ല എന്ന് മാത്രം സമ്മതിച്ചാൽ മതിയോ? അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അവിടെ വളരെ കൃത്യമാണ്. അവിടെ മതേതര വോട്ടുകൾ, ജനാധിപത്യ ചിന്തയുള്ള വോട്ടുകളൊക്കെ ഒരു പെട്ടിയിലേക്ക് ഏകീകരിക്കുകയാണ്. അതിന് ഏതു വിധേനയും തുരങ്കം വെക്കാനുള്ള ശ്രമങ്ങളാണ് ഈ അവസാന നിമിഷത്തിലും CPM ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിജയിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല, കോൺഗ്രസ് വിജയിക്കരുത് എന്ന മട്ടിലുള്ള അവരുടെ പ്രവർത്തനങ്ങളാണ് അവിടെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ കോൺഗ്രസിനെയും UDFിനെയും സംബന്ധിച്ചിടത്തോളം അവിടെ പടുകൂറ്റൻ ഭൂരിപക്ഷത്തിലേക്കാണ് UDF ഓരോ അടിയും വെച്ച് മുന്നേറുന്നത്. ഇപ്പൊ BJPയും ഞങ്ങൾ മുഖാമുഖമുള്ള മത്സരത്തിലാണല്ലോ. ഈ അവസാന നിമിഷങ്ങളിലെ ഈ എല്ലാ ഡെവലപ്മെന്റ്സും അവിടെ ഉരുത്തിരിയുന്നത്. കേരളത്തിലെ BJPയുടെ ശ്രദ്ധേയമായൊരു മുഖം, പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. BJPയുടെ പാളയം വിട്ട് പുറത്ത് വന്ന് UDFിന് ശക്തി പകർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത്